ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്നു DJI Osmo Action 6. എനിക്ക് ആദ്യമേ പറയാനുള്ളത് എന്നെപ്പോലൊരു മണ്ടനാവരുത്. ഇത് സ്റ്റാൻഡേർഡ് കോംബോ ആണ്. ഇതിൻ്റെ ഒരു എൻഹാൻസ്ഡ് കോംബോ, അഡ്വഞ്ചർ കോംബോ, അങ്ങനെ എന്തോ ഒരു കോംബോ ഉണ്ട്. അതിലൊരു വടിയും 3 എക്സ്ട്രാ ബാറ്ററിയും അങ്ങനെയൊക്കെ കുറച്ചും കൂടെ സാധനങ്ങൾ കിട്ടും. ഇതിലാകെ നമുക്ക് കിട്ടാൻ പോണത് വയറ്, പിന്നെ മറ്റേ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യണ ആ മൂഡ്, പിന്നെ നമുക്ക് ഒറ്റ ബാറ്ററി ഉള്ളൂ, എക്സ്റ്റേണലൊന്നും ഒരു ഒറ്റ ബാറ്ററി, പിന്നെ അത് ലോക്ക് മാറ്റാനുള്ളത്, പിന്നെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റണ ഒരു സാധനം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരണത്. ദൈവത്തിനെ ഓർത്ത് മേടിക്കരുത്. ഇവർ വലിയ വായിൽ 240 മിനിറ്റിൻ്റെ ബാറ്ററി ലൈഫൊക്കെ ഇത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ 1080p 30 FPS ഇടുകയാണെങ്കിലാണ്. അല്ലാതെ നിങ്ങൾ 4K 60 120 ഇപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റിൽ 8K വീഡിയോ റെക്കോർഡിങ് ഈ സാധനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം 240 കിട്ടൂല. അപ്പം എന്നെപ്പോലൊരു മണ്ടനാവാതെ എത്രയും വേഗം. എൻ്റെ കണ്ണാടി ഇവിടെ പോയി, സോറി, കണ്ണാടി വയ്ക്കുമ്പോൾ പോയ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് എന്നെപ്പോലൊരു മണ്ടനാവാതെ അത് ചെയ്യാൻ നോക്കുക. ഇതിൽ എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് സത്യം തന്നെ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടിയും. ഒന്നാമത്തെ സാധനം CMOS സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1:1.1. എനിക്ക് തോന്നുന്നു ഒരു ആക്ഷൻ ക്യാമറയിൽ ഏറ്റവും വലിയ സെൻസർ ഈ ഒരു സാധനത്തിലായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം വേരിയബിൾ അപ്പർച്ചർ, അതായത് F2 തൊട്ട് F4.0. അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. നിങ്ങൾ നോർമൽ മോഡിൽ, അതായത് നോർമൽ രീതിയിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് F2.8 to F4 വേരിയബിൾ അപ്പർച്ചർ വരുന്നത് ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ നൈറ്റ് മോഡിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് F2 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കിട്ടും, ഓപ്പൺ ആയിട്ടുള്ള അപ്പർച്ചറിൽ കിട്ടും. അല്ലാത്ത പക്ഷേ ഇത് F2.8 ലോക്ക് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നൈറ്റ് മോഡാണ് ഇത്. മെയിൻലി F2ൻ്റെ സാധനം വരുന്നത് നൈറ്റ് മോഡിലാണ്. എന്താണെങ്കിലും വേരിയബിൾ അപ്പർച്ചർ ബേസിക്കലി ഇപ്പോൾ നമ്മളിപ്പം നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ F4 ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. നമ്മുടെ ഫേസ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ കിട്ടും. അതാണ് F4. അത് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് നമുക്ക് ISO ഒക്കെ ചില സമയത്ത് കൂട്ടിയിടണം, കുറച്ചിടണം, അത് നമ്മളുടെ ഇതനുസരിച്ചിരിക്കും. കോൾഡ് റെസിസ്റ്റൻ്റ് ആൻഡ് 4 hours ബാറ്ററി ലൈഫ്, അതാണ് ഞാൻ പറഞ്ഞത്. 4 hours ബാറ്ററി ലൈഫ് നമ്മൾ ഇടണ 4K റെസൊല്യൂഷൻ അനുസരിച്ച് അത് മാറും. കോൾഡ് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലങ്ങളിൽ ഇത് കുഴപ്പമില്ലാത്ത ബാറ്ററി എന്നാണ് അവർ പറയണത്. പിന്നെ 20 മീറ്ററിൻ്റെ വാട്ടർ പ്രൂഫാണ്. താഴെ മറ്റേ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊരു മാക്രോ ലെൻസ് ഉണ്ട്. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് ചൈനയിൽ നിന്ന്. അത് ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കിട്ടണില്ല. മാക്രോ ലെൻസ്, ആ സാധനം ഇത് നമ്മൾ ഊരിയിട്ട് അത് വെക്കുകയാണെങ്കിൽ ഈ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ സാധനം പോകും. അപ്പോൾ ഈ മാക്രോ ലെൻസ് ഇട്ടുകൊണ്ട് മാക്രിയെ പോലെ നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടരുത്, ഇത് അടിച്ചു പോകും കേട്ടാ. വേണമെങ്കിൽ ചെറിയ മഴയും അങ്ങനെയൊക്കെ ഉള്ള സാധനം ഇത് വിസ്റ്റാൻഡ് ചെയ്യും മറ്റേ മാക്രോ ഇട്ടിട്ട്. അല്ലാത്ത പക്ഷേ ഇത് ഊരിക്കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ, അത് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ മറ്റേ ബാറ്ററി പാക്ക് അഡീഷണൽ മേടിച്ചേക്കുകയാണ്. ചൈനയിൽ നിന്ന് വരണുണ്ട് ആ സാധനം. എന്തിനാ എന്തോ ഒരു കാര്യമില്ലായിരുന്നു. മൈക്രോഫോണ് കണക്റ്റ് ഓസ്മോസ് ഓഡിയോ, അതായത് നിങ്ങളെ കയ്യിൽ DJI മൈക്ക് മിനിയോ DJI മൈക്ക് 2ഓ ഇപ്പോൾ ഇറങ്ങിയ DJI മൈക്ക് 3 ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അതൊരു ഭയങ്കര വലിയൊരു കിടിലൻ ഫീച്ചറാണ്. 2 മൈക്ക് നമുക്ക് ഈ സാധനത്തിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് തിങ്. അത് DJIക്ക് മാത്രം സ്വന്തം. പിന്നെ അവരിതാണ്ട് ഈ മൂടുണ്ടല്ലോ, ഇത് യൂണിവേഴ്സൽ ആക്കിയിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ വെക്കാം. മറ്റേ ഒരൊറ്റ ഇതിലേ വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ തിരിച്ചും മറിച്ചും വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാം. പക്ഷേ ഇത് എല്ലാ ക്യാമറയിലും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇൻറ്റേർണലി 50 GB ബിൽട്ട് ഇൻ സ്റ്റോറേജ്, അതായത് കാർഡ് ഇടാതെ തന്നെ 50 GB ബിൽട്ട് ഇൻ സ്റ്റോറേജ് ഇതിൻ്റെ അകത്ത് വരണുണ്ട്. ഗ്രേറ്റ് ഫീച്ചർ. അത് DJI മാത്രമാണ് കൊടുക്കണം, വേറെ ഒരു കമ്പനിയും കൊടുക്കണം. നമ്മൾ മറ്റേ അഡീഷണൽ മേടിക്കണം കൊണ. അപ്പം ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ പറയുന്ന DJIയുടെ പുതിയ സാധനം. ഇവിടെയും ഡിസ്പ്ലേ ഉണ്ട്, ബാക്കിലും ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേ മുകളിലോട്ടൊന്നും പൊന്തൂല, അതിനാണ് ദാണ്ട് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ ഗേറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതായത് സ്ക്വയർ സെൻസർ പരിപാടിയാണ് അവർ പിടിച്ചേക്കുന്നത്. അപ്പം ഇതാണ് സ്ക്വയർ സെൻസർ കേട്ടോ. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് മുകളിലോട്ടാക്കണം, അപ്പോൾ 4K റെസൊല്യൂഷൻ വരും. എന്നിട്ട് ദാണ്ട് ഇവിടെ ഈ കസ്റ്റം നെക്കി കഴിയുമ്പം കണ്ടോ എൻ്റെ ഈ ലോകം മൊത്തം കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് 9:16 വേണോ, 16:9 വേണോ, 4:3 വേണോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഒരു ഇത്, അതാണ് ഈ പറയണ
ഓപ്പൺ ഗേറ്റ് എന്ന് പറയുന്ന സാധനം അത് ഇതിലുണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് ഇതിനെ പല രീതിയിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വയ്ക്കാം. പിന്നെ ഡബിൾ ഇതിൽ വേറൊരു സാധനമുണ്ട്, ഇപ്പോൾ ഡിഫോൾട്ട് റെക്കോർഡ് ചെയ്യണ സമയത്ത് സൂം ഇൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഒന്നെങ്കിൽ സൂം ഇൻ ചെയ്യുക. ഇത് 4K ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സൂംലെസ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് വരണുണ്ട്. റെക്കോർഡ് ഇട്ടിട്ട് ഈ സാധനം ഡബിൾ നിൽക്കാൻ പറ്റൂല. ഈ DJIയുടെ സോഫ്റ്റ്വെയർ നൈസാണ് കേട്ടോ. ഇതിൽ കുറച്ച് അടിപൊളി പരിപാടികൾ വേണം. നമുക്ക് ഫോക്കസ് സ്പീക്കിംഗ് ഒക്കെ സോഫ്റ്റ്വെയറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫോണിൽ നോക്കിയിട്ട് നമ്മൾ ഫോക്കസ് ആണ്, എന്തിനാണ് ഫോക്കസ് ആവണമെന്നൊക്കെ നമുക്ക് റെഡ് കളർ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. ബൈ. സോറി ഗൈസ്, ഞാൻ വിചാരിച്ചത് ഞാൻ ആ വീഡിയോ എടുത്തെന്നാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തടേ. അതായത് രമണ, എൻ്റെ ഇത് കണ്ടോ നിങ്ങൾ ഈ സാധനം? ഇത് ഒരു അഡീഷണൽ ആക്സസറിയാണ് നമ്മുടെ DJI Action 6ൻ്റെ മാക്രോ ലെൻസ് എന്ന് പറയും. ഈ ലെൻസിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോണത് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സാധനം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഫ്രം ചൈന. ഇവിടെ ദുബായിൽ ഞാൻ നോക്കിയിട്ട്, ദുബായിലും ഉണ്ട്, ആമസോണിൽ കിടപ്പുണ്ട്. 600 ദർഹവും 500 ദർഹവും എന്നാണ് എൻ്റെ എക്സ്ട്രാ പൈസ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോസപ്പ് ഷോട്ടുകൾ അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ മാത്രം, അതായത് നിങ്ങളിങ്ങനെ അടുത്ത് ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഫോക്കസ്ഡ് ആവണമെങ്കിൽ മാത്രമേ ഇത് എടുക്കാവൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ F2 കോൺസ്റ്റന്റ് ആയിട്ട് F2-ലിട്ട് നമുക്ക് എടുക്കാം. സോ നൈറ്റ് ടൈമിലും വീഡിയോ എടുക്കാൻ അത്യാവശ്യം അടിപൊളി ഒരു ലെൻസാണിത്. ഇത് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പേഴ്സണാലിറ്റി ഒക്കെ വരും ഈ സാധനത്തിന്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബാറ്ററി പാക്കും ഇതൊക്കെ ഞാൻ അഡീഷണൽ മേടിച്ചു. അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്രിയേറ്റർ കോംബോ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമുണ്ട്, ബാക്കിയുള്ളതിൻ്റെ ആവശ്യമില്ല. അതായത് 3 ബാറ്ററി പിന്നെ വടി എല്ലാം വെച്ചിട്ടാണ് ആ ക്രിയേറ്റർ കോംബോ വരുന്നത്. അപ്പം നിങ്ങൾ എന്നെ പോലെ അബദ്ധം കാണിക്കല്, മേടിക്കുമ്പം യു മേക്ക് ഷുവർ യു ഗെറ്റ് ദ ക്രിയേറ്റർ കോംബോ റാദർ ദാൻ ദിസ്. ക്രിയേറ്റർ കോംബോ മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ അഡീഷണൽ ഈ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഇതിൻ്റെ വേറെ പല ആക്സസറീസ് ഉണ്ട്, മറ്റേ കേജ് അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. ബട്ട് ഇതൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായത് ഈ മാക്രോ ലെൻസ്. സാധനം അടിപൊളിയാണ് കേട്ടോ. ഐ പേഴ്സണലി ഹൈലി റെക്കമെൻഡ് ദിസ്. ബാക്കി നിങ്ങളെ ഇഷ്ടം. ഇനി പോയി ഇതിൻ്റെ DJI എടുക്കണ വീഡിയോയിലൊക്കെ കണ്ടിട്ട് വരും. സോ അപ്പോൾ നിങ്ങൾ DJI Action 6 വെച്ചിട്ട് 4K 30 FPS ഇവരെ തന്നെ സൂപ്പർ സൺലൈറ്റാ സ്റ്റാർലൈറ്റാ അങ്ങനെ എന്തോ ഒരു നൈറ്റ് ഓപ്ഷൻ അങ്ങനെയാണ് അവർ വിളിക്കുന്നത്. അത് ഇടുന്ന സമയത്ത് നിങ്ങൾ F2-ലോട്ടായിരിക്കും ഫുൾ അപ്പർച്ചർ ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്നെ വിളിച്ചാൽ സോ ദിസ് ഇസ് ദ ക്വാളിറ്റി ഫ്രം DJI Action 6. ഗൈസ്, ഇതാണ് ഗൈസ് DJIയുടെ ക്വാളിറ്റി. ഹലോ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ DJI Osmo Action 6ൻ്റെ ക്ലാരിറ്റി. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഇട്ട് നമുക്ക് 4K 120 FPS അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ അകത്തുണ്ടേ. അതിലൊന്നും പറയാനില്ല. ആസ് എ വ്ളോഗ് ക്യാമറ ദിസ് തിങ് ഇസ് വെരി നൈസ്. സ്റ്റെബിലിറ്റി ഇസ് വെരി നൈസ്. എല്ലാ രീതിയിലും ദിസ് ഇസ് ഗുഡ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇങ്ങനെ മോശം പറയാനൊന്നുമില്ല. നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാ, ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാ, എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ടാ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മാക്രോ ലെൻസിൽ ഞാൻ വീഡിയോ കാണിച്ചാൽ അത് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം. എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും സാധനം അടുത്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. എസ്പെഷ്യലി ഫുഡൊക്കെ എടുക്കുന്ന സാധനത്തോ അതൊക്കെ നമ്മളിങ്ങനെ ഫുഡിലോട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മാക്രോയിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഫീൽ ദാറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇതിപ്പോൾ വലിയ ഇതിലില്ല. ബട്ട് ആസ് സൂൺ ആസ് ഐ സ്വിച്ച്ഡ് ഇറ്റ് ടു മാക്രോ അത്യാവശ്യം ഇത് ഫോക്കസ്ഡ് ആയതുണ്ടോ. അത് മാത്രമല്ല ഫോക്കസ് സ്പീക്കിങ്ങും നമുക്കിവിടെ കിട്ടുന്നത്. അതായത് എനിക്ക് അറിയാം എത്ര കണ്ണാടി അടുത്ത് കൊണ്ടുവന്നാലും ഇറ്റ് വിൽ ബി ഫോക്കസ്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിതങ്ങ് ഊരിയാണെന്ന് വെച്ചോ, മാക്രോ മാറ്റിയിട്ട് ഞാൻ വെക്കുകയാണെങ്കിൽ കണ്ട ഫോക്കസ് ആവാത്തതുണ്ടോ. യു സീ ദ ഡിഫറൻസ്. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ വലിയ ഒരു ഗുണം. പിന്നെ ഈ മാക്രോ വെക്കുന്ന സമയത്ത് ഇതിങ്ങും എടുത്തുകൊണ്ട് വെള്ളത്തിൽ ചാടരുത്, സാധനം വെള്ളം കയറും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. എന്താണെങ്കിലും 4K വീഡിയോ ആയിക്കോട്ടെ 8K വീഡിയോ ആയിക്കോട്ടെ എല്ലാം ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. ലിറ്ററലി യു ക്യാൻ ഡു എനിത്തിങ് വിത്ത് ദിസ് തിങ് മാൻ. ദ ബാറ്ററി ലൈഫ് ഇസ് ഓൾസോ വെരി ഗുഡ്. നിങ്ങൾ മറ്റേ ആ വലിയ കോംബോ, ഇതിൻ്റെ ഒരു പക്ക കോംബോ മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മച്ച് ഈസിയർ. ബിക്കോസ് എക്സ്ട്രാ ഒരു 3 ബാറ്ററി കിട്ടും, ഒരു ചാർജിങ് കേസ് കിട്ടും, വടി കിട്ടും, എല്ലാം കിട്ടും. സോ മേക്ക് ഷുവർ യു ഗെറ്റ് ദ ക്രിയേറ്റർ കോംബോ റാദർ ദാൻ ജസ്റ്റ് ദിസ് ക്യാമറ. ഇതിൻ്റെ കൂടെ ഒരൊറ്റ ബാറ്ററിയിലേക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇൻബിൽട്ട് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നു, 50 GB വരെയുള്ള സ്റ്റോറേജ് ഓപ്ഷൻ വരുന്നതുകൊണ്ട് ഇറ്റ്സ് ആക്ച്വലി നൈസ്. പിന്നെ എനിക്ക് നമ്മുടെ സുബിനോളജി DJI Osmo Pocket Nano മേടിച്ചു തന്നു. ഞാനിതൊക്കെ കണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ റിവ്യൂ ഞാൻ തരാവേ. ഇതിൽ ഇന്റേണൽ സ്റ്റോറേജ് 128 GB ആണ്. ഇതിൻ്റെ അകത്ത് 50 GB ഉള്ളൂ. അത് 120 GB ആക്കായിരുന്നു അവർക്ക്.
ബട്ട് എനിവേസ് ഇതാണ് എൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് വ്ളോഗിങ് ക്യാമറ. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നമുക്കൊരു ഡിസ്പ്ലേ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ മാൻ. ഐ ഫീൽ ദിസ് ഇസ് റിയലി എ ഗുഡ് ക്യാമറ. F2 വേരിയബിൾ അപ്പർച്ചർ, വലിയ സെൻസർ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഐ ഫീൽ ദിസ് ഇസ് എ ഗുഡ് ക്യാമറ. അപ്പോൾ അങ്ങനെ 4K 30 ഉണ്ട്, 4K 50 ഉണ്ട്, 48 ഉണ്ട്, 60 ഉണ്ട്, 100 ഉണ്ട്, 120 FPS ഉണ്ട്, 8Kയും ഇതേപോലെയൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ഫീൽ ഫ്രീ ടു പ്ലേ. പിന്നെ സെറ്റിങ്സിൽ ആപ്പ് ആഡ് ചെയ്യേണ്ടത് ബിറ്റ് റേറ്റ് ഹൈയിൽ വയ്ക്കുക. മേക്ക് ഷുവർ യു ഡു ദാറ്റ്. ഓക്കെ. ആൻഡ് ഇതാണ് ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതിൻ്റെ വോയിസ്. നമുക്ക് വേണമെങ്കിൽ നിങ്ങളതിൽ DJയുടെ മൈക്ക് മിനി, മൈക്ക് 2, മൈക്ക് 3 ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്മിറ്ററായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് വെരി ഈസി മാൻ. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ ഡീലോഗ് പോലത്തുള്ള ലോഗോ ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ കളർ ഗ്രേഡ് ഒക്കെ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് എ ഗുഡ് ക്യാമറ. എൻഡ് ഓഫ് ദ ഡേ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വ്ളോഗിങ് ക്യാമറ, ഇറ്റ്സ് എ ഗുഡ് ക്യാമറ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ബൈ.